എല്ലാവർക്കും വിഷു ആശംസകൾ. ഇത്തവണ ഗോശാലയിലെ കേമായിട്ട് വിഷുക്കണി ഒരുക്കാൻ വേണ്ടി നമ്മൾ തലേ ദിവസം തന്നെ ഞാനും പ്രിയയും കൂടിപ്പോയി. ഗോപൂജ നടത്തുന്ന സ്ഥലത്തിൽ ഗോക്കളെ അഴിച്ചു വിട്ടതുകൊണ്ട് അവിടെ കയറ് കെട്ടി മറച്ചെടുത്തു നമ്മൾ. അതിനുശേഷം ഓട്ടുരുളിയും വിളക്കും ഉണക്കലരി ഇട്ടു ധാരാളം കണിക്കൊന്ന പുഷ്പങ്ങൾ അടുത്തുള്ള ആശ്രമത്തിൽ നിന്ന് മാതാജിമാർ ഗോക്കൾക്ക് കണി കാണാൻ വേണ്ടി തരുകയുണ്ടായി. അങ്ങനെ സാധിക്കുന്ന വിധത്തിൽ തലേ ദിവസം ഒരുക്കി വയ്ക്കാൻ പറ്റുന്നതൊക്കെ ഒരുക്കി വെച്ചു. മെയിനായിട്ടുള്ള പഴം അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് വെച്ചാൽ പശുക്കൾ ചാടി വരും എന്നുള്ളത് കൊണ്ട് അതൊന്നും നമ്മൾ തലേ ദിവസം ഒരുക്കിയില്ല. ബാക്കിയെല്ലാം എണ്ണ ഒഴിച്ചും ഒക്കെ തയ്യാറാക്കി വെച്ചു. സാധിക്കും വിധം മാലകളൊക്കെ ഇട്ട് കൃഷ്ണനെ കണിക്കൊന്നയെല്ലാം വെച്ച് ഒരുക്കി. ഗോക്കളൊക്കെ 8 മണിയോടുകൂടി ഉറങ്ങാൻ തുടങ്ങുകയായപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് തന്നെ അവിടുന്ന് പോന്നു. ഭൈരവൻ ഇങ്ങോട്ട് വരാൻ വേണ്ടി വിളിച്ചു. പെട്ടെന്ന് തന്നെ കാറിൽ കയറി തിരികെ പോന്നു. നാളെ പുലർച്ചെ 6 മണിയോടുകൂടി തിരികെ പോകാമെന്ന് വിചാരിച്ചു. അതിനുശേഷം വീട്ടിൽ വന്ന വീട്ടിലെ പൂജ മുറിയിൽ അമ്മ പണ്ട് കാട്ടിത്തന്ന വിധത്തിൽ ഓട്ടുരുളിയിൽ തേങ്ങ ഉടച്ചതും ഉണക്കലരി, വെള്ളരി, കെട്ടുതിരി, കണിക്കൊന്ന, ഗ്രന്ഥം, വാൽക്കണ്ണാടി, തിരുവുടയാട അതെല്ലാം തന്നെ സ്വർണത്തിനോടും കോയിനോടും കൂടി വെച്ച് കണി വയ്ക്കാൻ ഒരുക്കി വെച്ചു. രാവിലെ കണി വെച്ച ശേഷം മോൻ കണി അടുക്കളയിൽ കാണിച്ചു. കണി അടുക്കളയിൽ ഉമ്മറത്ത് എല്ലാം കൊണ്ടുപോയി പടിക്കൽ കാണിച്ച ശേഷം കിണറിന് കണി കാണിച്ച് തെക്ക് വശത്ത് ഓലയും കടലാസുമിട്ട് തീ കൂട്ടി അതിൽ കെട്ടുതിരികൾ കത്തിച്ച്
പെട്ടെന്ന് തന്നെ അഞ്ചരയോടുകൂടി തന്നെ വീട്ടിൽ നിന്ന് ഞങ്ങളെല്ലാവരും ഗോശാലയിലേക്ക് തിരിച്ചു. ബാക്കിയെല്ലാം തന്നെ ഗോശാലയിൽ വെച്ചു. പഴം, ധാരാളം ഫലങ്ങൾ, പച്ചക്കറികൾ, ഗ്രന്ഥം എല്ലാം തന്നെ വെച്ചു. ഒരു ഗോവിനെയും കുട്ടിയെയുമാണ് പൂജിച്ചത്. മാതാജിയും പ്രിയയും കൂടി പൂജയും ആരതിയും എല്ലാം കാണിച്ചു. ഗുരുപൂജ ചെയ്തു. നന്ദിക്ക് പൂജ ചെയ്തു. ഇന്ന് ഗോവിന്ദനും കുഞ്ഞു നന്ദികൾക്കുമാണ് പൂജ ചെയ്തത്. വലിയ ഗോക്കളെ കൊണ്ടുവരാൻ കഷ്ടമാണ് എന്ന് കരുതിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അതിനുശേഷം ആരതിയും കണിയും രാജു എല്ലാ ഗോക്കൾക്കും കാണിച്ചു. കഴിഞ്ഞ ആഴ്ച പ്രസവിച്ച കുട്ടിയെയുമാണ് പൂജിച്ചത്. ജാൻവി മോള് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓടിപ്പോയിരുന്നു. മണിക്കുട്ടി വളരെ സ്വസ്ഥമായി പൂജയ്ക്ക് ഒരുങ്ങി നിന്നു. കൂടെ ചുറ്റുമുള്ള ഗോക്കളെയെല്ലാം പൂജിച്ച് പ്രദക്ഷിണം വെച്ച് ആരതി ചെയ്തു. രാവിലെ ഗോക്കളെ മുഴുവനും അയച്ചുവിട്ടിരിക്കുന്ന സമയമായിരുന്നു. തീറ്റയും ഇട്ടുകൊടുത്തതിനാൽ എല്ലാവരും പുറത്ത് പറമ്പിലായിരുന്നു. ദൂരെ നിന്ന് അവർക്ക് കണി കാട്ടി. അതിനുശേഷം അമ്മ പശുക്കളുടെ ഗോശാലയിൽ അമ്മ മക്കൾക്കെല്ലാം കറവ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എല്ലാ ഗോക്കൾക്കും കണി കാണിക്കുകയുണ്ടായി. ഭാരമുള്ളതിനാൽ രാജു ഉരുളി തലയിൽ വെച്ചിട്ടാണ് നടന്നത്. അതിനുശേഷം അനിൽമാഷ് എല്ലാവർക്കും പഴം കൊടുത്തു. കുട്ടി ഗോക്കളുടെ അവിടെയും കാണിച്ചു. ഭൈരവനാവട്ടെ പൂജയാണെന്ന് മനസ്സിലായതും അവിടെ നിന്ന് ചാടി പൂജാസ്ഥലത്തേക്ക് വരികയുണ്ടായി. വില്വാദ്രി പശുക്കൾ കട്ടപ്പയ്ക്കും കൊമ്പിക്കുമെല്ലാം കാട്ടി. അതിനുശേഷം മണിയനും കാസർഗോഡ് പശുക്കളുമുള്ള ഭാഗത്ത് മുഴുവനും കണി കാണിച്ചു. അതിനുശേഷം തിരി കത്തിച്ചു. ഇന്നത്തെ വിഷുവിൻ്റെ പ്രസാദം അമ്പാട്ട് രാമചന്ദ്രൻ മേനോൻ സാറാണ് സ്പോൺസർ ചെയ്തത്. ധാരാളം ഉണ്ട ശർക്കരയും ചോളവും പഴങ്ങളും നൽകി പ്രസാദമൊരുക്കി. അനിൽ മാഷ് വിഷു കൈനീട്ടം നൽകി. ഗോസേവകർക്ക് മുഴുവനും വിഷു കൈനീട്ടം നൽകി.
ഭൈരവൻ വിഷുക്കൈനീട്ടം നൽകുന്നതെല്ലാം തൊട്ട് അനുഗ്രഹിച്ചിട്ടാണ് നൽകിയത്. കണിക്കൊന്നയും ദക്ഷിണയും അരിയും നെല്ലും കൂടിയാണ് കൈനീട്ടം നൽകിയത്. അതിനുശേഷം എല്ലാ ഗോക്കൾക്കും പ്രസാദം നൽകി. കൃഷ്ണന് വിഘ്നേശ നേരിട്ട് കൊണ്ടു കൊടുത്തു. തണ്ണിമത്തൻ, പഴം, ചപ്പാത്തി, ചോളം അടങ്ങിയ രാവിലെ ആയതുകൊണ്ട് പെട്ടെന്നാണ് പ്രസാദം ഒരുക്കിയത്. ശർക്കരയും ധാരാളം ഇട്ട് എല്ലാ പശുക്കൾക്കും പ്രസാദം നൽകി. ഓർമ്മ വെച്ച നാൾ മുതൽ വീട്ടിൽ തറവാട്ടിൽ തിരുവമ്പാടി ഭഗവതിയുടെ പൂരപ്പുറ വരുന്നു. ആദ്യമായാണ് വിഷുദിനത്തിൽ തന്നെ ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് വളരെയധികം അനുഗ്രഹീതമായി. വിഘ്നേഷ് ആരതി കാണിക്കുകയും തക്ക സമയത്ത് തന്നെ തറവാട്ടിലെത്തിച്ചേർന്ന ചേട്ടനും ഞാനും അമ്മയും എല്ലാവരും ഒന്നിച്ച് പറ ചെരിഞ്ഞു. ഭഗവതിയെ സ്വീകരിച്ചു. കണിക്കൊന്നയും വെള്ളരിയും എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. തണ്ണിമത്തൻ നൽകിയപ്പോൾ അത് ആനയ്ക്ക് നൽകാനും സാധിച്ചു. പൈനാപ്പിളും നൽകി. വന്നവർക്കെല്ലാം ധാരാളം സംഭാരവും കൊടുത്തു. ചൂടിൻ്റെ ശക്തിയിൽ നിന്ന് അല്പം ശമനം. വളരെ അനുഗ്രഹീതമായി സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ഈ വിഷുദിനം കടന്നുപോയി. ഏട്ടനും എഴുത്തിയും തറവാട്ടിലേക്ക് വരികയും ചേച്ചിമാരും എഴുത്തിയും എല്ലാവരും കൂടെ സദ്യ ഒരുക്കി വിഷു ആഘോഷിച്ചു. പടക്കം പൊട്ടിക്കലുണ്ടായില്ല. ഗോക്കൾക്കും പട്ടിക്കുട്ടികൾക്കും ഒക്കെ ഭയമായതിനാൽ അത് വേണ്ട എന്ന് വെച്ചു.